വിളിക്ക്. നീ വിളിക്ക്. അതല്ല, നീ വിളിക്ക്. അതാ അതിന്റെ ഒരു ശരി. അതുകൊണ്ടല്ല, മറ്റേവന് മാറാരോഗമാണെന്ന് പറഞ്ഞതൊരു പ്രശ്നമാവൂ. ഇതേപോലെ എത്രയോ മാറാ രോഗങ്ങളുടെ കഥകൾ അവര് കേട്ട് കാണും. അതൊക്കെ അപ്പോഴേ അവര് മറന്നു കാണും. അമ്മച്ചീന്ന് നീട്ടി വിളിക്ക്. അമ്മേ. ഇവിടെ നിന്നാണോ വിളിക്കേണ്ടത്? അകത്തോട്ടിതല്ലേ. നിന്നെ കോച്ച് ചെയ്ത് ഞാനൊരു വഴിയാവും. ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഒന്നുകൂടെ വിളിക്ക്. അമ്മച്ചി. രാവിലെ തുടങ്ങി. മോളെ, ഭിക്ഷക്കാവ് എല്ലാവരും ആയിരിക്കും. ഒരു പിടി അരി എടുത്തു കൊടുക്ക്. കുട്ടി, ഇവന്റെ വിളി കേട്ടിട്ടാവും ധർമ്മക്കാരനെന്ന് തെറ്റിദ്ധരിച്ചതല്ലേ? അമ്മച്ചി ഇല്ലേ? എന്തിനാ? ഇനി വല്ല നുണയും പറഞ്ഞ് ധരിപ്പിക്കാനാണോ? സോറി, അന്ന് അപ്പ തോന്നിയ ദേഷ്യത്തിന്. എനിക്കത് തോന്നി. എങ്ങനെ? മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ആളൊരു സ്നേഹപ്പാരയാണെന്ന്? കയറിയിരിക്കൂ. സ്നേഹപ്പാര. നീ ഒരു തരം പുഴുങ്ങിയ ചിരിയിരിക്കരുത്. ഇതൊക്കെ ഒരു ഹ്യൂമർ സെൻസിൽ എടുക്കണ്ടേ? ബി എ ഗുഡ് ബോയ്. കമോൺ കമോൺ കമോൺ. ഇരിക്കൂ ഇരിക്കൂ. ഞാൻ അറിയാം, ഒക്കെ രാധിക പറഞ്ഞു. അന്ന് ആസ്പത്രിയിലേക്ക് എടുത്തിട്ട് പോയപ്പോ എനിക്ക് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. നന്ദിയുണ്ട്. ഓ, അതെന്റെ ഒരു കടമയായിട്ടേ ഞാൻ കരുതിയിട്ടുണ്ട്. ആസ്പത്രിയിൽ നിന്ന് പേര് വെട്ടിച്ച് ഇത്ര വേഗം പോരേണ്ടിയിരുന്നില്ല. എന്തിനാ വെറുതെ? തൊട്ടതിനും കുടിച്ചതിനും ഒക്കെ അടയ്ക്കണ്ടേ ബില്ല്? സഹായിക്കുന്നവരെ എന്തിനാ ഏറെ ബുദ്ധിമുട്ടിക്കണേ? പിന്നെ എന്താ വന്നേ? ഒരു സഹായം ചോദിക്കാനാ. എന്താ? ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ഏതാണ്ട് അറിയാമല്ലോ. എന്റെ പെങ്ങളുടെ വിവാഹമാ, അമ്മൂന്റെ. എന്റെ അമ്മ പ്രസവിച്ചതല്ലെങ്കിലും ഞാൻ അവളെ വേറെയായി കണ്ടിട്ടില്ല. അച്ഛൻ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുക. ഇത് 40,000 രൂപയുണ്ട്. എന്റെ പേരിലുള്ള ഭൂമി അമ്മ അറിയാതെ പണയപ്പെടുത്തി വാങ്ങിയതാ. ഇതൊന്ന് അച്ഛന് കൊടുക്കണം. ഞാൻ തന്നതെന്ന് അറിയണ്ട. അതിപ്പോ ഞാൻ എന്തു പറഞ്ഞാ കൊടുക്കുക? രാധികയുടെ ജോലിക്കാര്യത്തിനാണെന്ന് പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞാ അദ്ദേഹം വാങ്ങുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങാതിരിക്കില്ല. എന്നാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? രാധികുട്ടിയുടെ ജോലിക്കാര്യം ഉറപ്പാക്കുകയും ചെയ്യാം. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാണെന്ന് കരുതിയാ മതി. വാങ്ങിച്ചോളൂ. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചാൽ മതി.